सितारों से आगे जहाँ और भी है, सितारों से आगे जहाँ और भी है, अभी इश्क के इम्तिहान और भी है, सितारों से आगे जहाँ और भी है। क़िनाअत न कर आलमे रंगो भूप, क़िनाअत न कर आलमे रंगो भूप, चमन और भी गुलसितार और भी है, चमन और भी गुलसितार और भी है, अभी इश्क के इम्तिहान और भी है, सितारों से आगे जहाँ और भी है। सितारों से आगे जहाँ और भी है, अभी इश्क के ഇംതിഹാൻ ഓർ ബി ഹേ എന്ന. നക്ഷത്രങ്ങൾക്കപ്പുറവും മനോഹരമായൊരു ലോകമുണ്ട്. പ്രണയപരീക്ഷണങ്ങൾ ഇനിയും ഏറെയുണ്ട്. ബഹുമാനപ്പെട്ട അല്ലാമ ഇഖ്ബാൽ പറയുന്നത്, ഇവിടെയൊന്നും ഒരു ശാശ്വതമായിട്ടുള്ള മനോഹരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ്. ഇലാഹിയായ അനന്തമായ അവൻ്റെ പ്രണയത്തിലേക്ക് നമ്മൾ എത്തുന്നത് തന്നെ അവൻ്റെ പ്രണയപരീക്ഷണങ്ങളിലൂടെയാണ്. അതാണ് അദ്ദേഹം അടുത്ത വരിയിലൂടെ പറഞ്ഞത്, ഖിനാഅത്ത് ന കർ ആലമേ റംഗോ ഭൂപർ, ചമൻ ഓർ ഭി കുൽസിതാ ഓർ ഭി ഹേ. ലോകത്തിൻ്റെ ഈ വർണ്ണശബളതയിൽ നിങ്ങൾ സംതൃപ്തരാവരുത്. അതായത് ഇതാണ് എല്ലാം എന്ന് വിചാരിച്ച് ഈ ഒരു മനോഹരമായ അദ്ദുന്യാ ഹൽവത്തിൻ ഹളറ എന്ന് പറയുന്ന ആ ഒരു മനോഹരമായ മധുരമുള്ള പച്ചപ്പ് കണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇതെല്ലാമാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. പൂന്തോട്ടവും കൂടുകളും ഇനിമേറെയുണ്ട്. പ്രതീക്ഷയുടെ സ്വർഗത്തിൻ്റെ ലോകത്തെക്കുറിച്ചാണ് അദ്ദേഹം അതിങ്ങനെ നമ്മോട് പറഞ്ഞു തരുന്നത്. अगर गो गया एक नशे मन तो क्या हम, अगर गो गया एक नशे मन तो क्या हम, मक़ामात आओ फ़ुग़ा और भी है, मक़ामात आओ फ़ुग़ा और भी है, अभी इश्क के इम्तिहान और भी है, सितारों से आगे जहाँ और भी है. ഒരു കൂട് നഷ്ടപ്പെട്ടാൽ ദുഃഖം എന്തിനാണ്? കരയാനും നെടുവീർപ്പിടാനുമായി ഇനിയും ഏറെ ഇടങ്ങളുണ്ട്. അതായത് ഇതൊന്നിനും ഒരു തുടക്കമല്ല, ഒന്നിൻ്റെയും ഒടുക്കമല്ല. എല്ലാ തുടക്കത്തിൻ്റെയും ഒരൊടുക്കം, എല്ലാ ഒടുക്കത്തിൻ്റെയും ഒരു തുടക്കം അത് അവനാണ്. ആ അവനെ തിരിച്ചറിയുമ്പോഴാണ് നീയാകുന്നത് എന്ന് ബഹുമാനപ്പെട്ട അല്ലാമ ഇഖ്ബാൽ പറയുന്നത്. അതുകൊണ്ടാണ് തസൂഫിങ്ങളൊക്കെ ആ ഒരു മാർഗത്തെ ഇങ്ങനെ പിന്തുടർന്നത്. എന്റെയൊന്നും എൻ്റെ എല്ലാം നിന്റേതാണു ജല്ല. അല്ലാഹു 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 അല്ലാഹു. ഉള്ളു വിള്ളാതെ തൊള്ള തള്ളാതെ ചെള്ളു കിള്ളാത്ത
തള്ളാതെ ചെള്ളു കിള്ളാത്ത കള്ളിൻ്റെ ഹരമുണ്ടെങ്കിൽ മസ്തുഹു കിസ്തെങ്കിൽ മജ്ജമീം നജ്ജെങ്കിൽ മസ്തുഹു കിസ്തെങ്കിൽ മജ്ജമീം നജ്ജെങ്കിൽ ഇല്ല അല്ല എല്ലാത്തെല്ലാം പുല്ലുവില തെല്ലും ഇല്ല വില പുല്ലും വില തെല്ലും ഇല്ല വില എന്റെയൊന്നും എല്ലാം നിന്നേതാടു ജല്ല അല്ലാഹു 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 അല്ലാഹു. ഉള്ളു വിള്ളാതെ തൊള്ള തള്ളാതെ ചെള്ളു കിള്ളാത്ത കള്ളിൻ്റെ ഹരം ഉള്ളെങ്കിൽ മസ്ത് ഹൂ കിസ്തെങ്കിൽ, അതായത് കളവ് പറയാതെ ഉള്ളു വിള്ളാതെ ഹൃദയം തകരാതെ തൊള്ള തള്ളാതെ കളവ് പറയാതെ ചെള്ളു കിള്ളാത്ത കള്ളിൻ്റെ ഹരം ഉള്ളെങ്കിൽ ലഹരിയില്ലാത്ത കള്ള് അത് അള്ളാഹുവിൻ്റെ ഹു എന്ന ജലാലിയത്തിൻ്റെ മനോഹരമായ ഇസ്മിൽ ലയിച്ചാടുന്ന ആ ഒരു വചനമല്ലാതെ മറ്റെന്താണ്? ആ ഒരു ലഹരി ആയിരുന്നെങ്കിൽ മസ്ത് എൻ്റെ ലഹരി ഹു കിസ്തെങ്കിൽ, കിസ്ത് എന്ന് പറഞ്ഞതിനർത്ഥം അത് വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അണമുറിയാതെ ഇടപെട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒന്നിനെ കിസ്ത് എന്ന് രേഖപ്പെടുത്തുന്നു. അതെൻ്റെ മസ്ത് ഹു കിസ്തെങ്കിൽ മജ്ജ മീം നെഞ്ചെങ്കിൽ ഞാനെന്ന എൻ്റെ ഹൃദയത്തിൻ്റെ മജ്ജ, എൻ്റെ ശരീരത്തിൻ്റെ മജ്ജ, എൻ്റെ റൂഹിൻ്റെ മജ്ജ, ഞാനെന്ത എൻ്റെ എല്ലായ്മയുടെയും മജ്ജ അത് മീമായിരുന്നെങ്കിൽ, അത് മുഹമ്മദിയത്തായിരുന്നെങ്കിൽ എന്നാണ് ആ ഭാഗത്തിലൂടെ പറയുന്നത്. ഇലാഹിയത്തിലേക്ക് കടക്കുമ്പോൾ മുഹമ്മദിയത്തിനെ ചുംബിക്കാതെ എങ്ങനെ സാധിക്കും? മുഹമ്മദിയത്തിൻ്റെ ബാബും കടന്ന് ഇലാഹിയത്തിലെത്തിയത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇച്ച അബ്ദുൽ ഖാദിർ മസ്താൻ്റെ ഗുണം കുടിച്ച് നടന്ന ഗുണംകുടി മസ്താൻ ഇങ്ങനെ പാടിയത്: മുള്ളുമുന്നയിലെ 33 കോടി പട്ടണമടയ്ക്ക് വൈത്ത அந்த இறையவனிக்கு தல்லையுமில்லை, அந்த இறையவனிக்கு தல்லையுமில்லை, இறையவனிக்கு தலையுமில்லை, இறையவனிக்கு தலையுமில்லை. முள்ளு முன்னையிலே 33 கோடி பட்டணமடக்கி வைத்தா அந்த இறையவனிக்கு தலையுமில்லை, அந்த இறையவனிக்கு தலையுமில்லை. തലയില്ലാതെ ഇറയവനെടുത്ത പൊണ്ടാട്ടിക്ക് ഇരുമുലയുമില്ലേ, മുലയില്ലാ പൊണ്ടാട്ടിയെടുത്ത കുടത്തിക്ക് അടിയുമില്ലേ. അടിയില്ല നനത്ത പുഷ്പത്തിക്ക് വേരുമില്ലേ, വേരില്ല പുഷ്പം തിന്തലങ്കരിത്തു വന്ന മാനിനിരുക്കാലുമില്ലേ. മുള്ളുമുന്നയിലെ 33 കോടി പട്ടണമടയ്ക്ക് വൈത്ത அந்த இறையவனிக்கு தலையுமில்லை, அந்த இறையவனிக்கு தலையுமில்லை. മുള്ളുമുനയിലെ 33 കോടി പട്ടണമടയ്ക്ക് വൈത്ത എൻ ഇറയവനിക്ക് തലയുമില്ലേ എന്നാണ്. മുള്ളുമുന എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ടവർ അലിഫിനെയാണ്. അഹദും അലിഫിൽ നിന്നാണ് അവൻ അമ്ര പ്രവർത്തനം നടത്തുന്നതും ഒരു സൃഷ്ടി നടത്തിയതുമെല്ലാം അലിഫിൽ നിന്നാണ്. തുടക്കവും ഒടുക്കത്തെയും മധ്യത്തെയുമെല്ലാം കോർത്തിണക്കുന്ന ഈ ഒരു അലിഫ്, ആ ഒരു അലിഫ് അത് എല്ലാ അവസ്ഥയെയും ഒരു മനുഷ്യൻ എന്നല്ല ലോകത്ത് അവൻ നടത്തിയിട്ടുള്ള ഈ 33 കോടി ലോകത്തെയും എല്ലാ ലോകത്തെയും അതിരുകളില്ലാതെ എല്ലാം സൃഷ്ടിക്കപ്പെട്ട എൻ്റെ പടച്ച തമ്പുരാൻ, രാജാധികാരിയായ ഈ തമ്പുരാൻ, അവൻ
സാധാരണ നമ്മളെപ്പോലെ അല്ലെങ്കിൽ സാധാരണയുള്ള എല്ലാ ജീവികളെയും പോലെ എല്ലാറ്റിനെയും പോലെ ഒരു തലയുള്ളവനാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളാണെന്ന് നീ ധരിക്കുന്നുണ്ടോ? എന്നാൽ അങ്ങനെയല്ല എന്ന് അദ്ദേഹത്തിൻ്റെ വഹദത്തുൽ വജൂദ് എന്ന വല്ലാത്ത ലഹരിയിൽ കയറിയപ്പോൾ അദ്ദേഹം പറയുകയാണ്. ഈ ചെറിയ ഒന്നിനെ നമ്മളെല്ലാം വിശാലമായി കാണുന്ന ലോകത്തിനെ ഇലാഹിയത്തിലേക്ക് അടുത്തപ്പോൾ അദ്ദേഹം വളരെ ചെറുതായാണ് കാണുന്നത്. ഒന്നുമല്ല, ഇതിലേക്കെല്ലാം കയറിക്കിടക്കുന്ന ഈ ഒരു അലിഫിൻ്റെ മുള്ളിലേക്ക് വെച്ച് നോക്കുമ്പോൾ എല്ലാം പടച്ച തമ്പുരാൻ എല്ലാവരെയും പോലെ ഒരു തലയും ഒരു ഉടലുമായിരിക്കുകയാണെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ എന്നാണ് അതിലൂടെ അദ്ദേഹം ചോദിക്കുന്നത്. തലയില്ലാതെ ഇറയവനെടുത്ത പൊണ്ടാട്ടിക്ക് ഇരുമുലയുമില്ലേ, മുലയില്ലാ പൊണ്ടാട്ടിയെടുത്ത കുടത്തിക്ക് അടിയുമില്ലേ. അടിയില്ല നനത്ത പുഷ്പത്തിക്ക് വേരുമില്ലേ, വേരില്ല പുഷ്പം തിന്തലങ്കരിത്തു വന്ന മാനിനിരുക്കാലുമില്ലേ. മുള്ളുമുന്നയിലെ 33 പട്ടണമടയ്ക്ക് வைத்த அந்த இறையவனுக்கு தலையுமில்லை, அந்த இறையவனுக்கு தலையுமில்லை. തലയില്ല ഇറയവനെടുത്ത പൊണ്ടാട്ടിക്ക് ഇരുമുലയുമില്ലേ. അവിടെ പൊണ്ടാട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ തസൂഫി ഗാനങ്ങളിൽ ലൈല എന്നും അവൾ എന്നും ഒക്കെ പറയാറുള്ളത്, അല്ലെങ്കിൽ സ്ത്രീ എന്നൊക്കെ പറയാറുള്ളത് സാധാരണ ഇതിൽ അള്ളാഹുവിൽ ലയിക്കപ്പെട്ട, അള്ളാഹുവാൽ ചിന്ത മറിഞ്ഞ അവൻ്റെ ഫനായിലായ അവസ്ഥയിലുള്ള അവരുടെ റൂഹിനെയാണ്. അപ്പോൾ ആ ഒരു പൊണ്ടാട്ടിക്ക് ഇരുമുലയുമില്ലേ, അതങ്ങനെ രൂപമല്ല, പക്ഷെ അവൻ ലയിച്ചുപോയി. മുലയില്ല പൊണ്ടാട്ടിയെടുത്ത കുടത്തി കടിയുമില്ലേ. അങ്ങനെ അള്ളാഹുവിൽ ലയിച്ചുപോയ ഒരാൾക്ക് പിന്നെ എന്തിനാണ് ഒരു കുടം, അതിലെന്തിനാണ് ഒരടി, അതിൽ വെള്ളമെടുക്കാൻ എന്തിനാണ്? അങ്ങനെ അതിൽ നിന്ന് നനച്ചെടുത്ത പുഷ്പത്തിന് വേരുമില്ലേ, വേരില്ലാ പുഷ്പം തിന്തലങ്കരിത്ത് വന്ന മാനിന് ഇരുക്കാലുമില്ലേ. എല്ലാം മറിഞ്ഞുകൊണ്ട് ഇതിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരെ ഒന്നും അവനിലേക്കടുത്താൽ പിന്നെ ഒന്നും വേണ്ട, ഒന്നും അറിയുന്നില്ല എന്നുള്ളതാണ് ഈ ഭാഗത്തിലൂടെ പറയുന്നത്. ബഹുമാനപ്പെട്ട മസ്താന്മാരുടെ രചനകളെല്ലാം അവരുടെ അവസ്ഥാന്തരങ്ങളിൽ നിന്ന് ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ, സാധാരണ രീതിയിലുള്ള അവരുടെ ഹഖീഖത്തുകളിൽ നിന്ന് അവർ എഴുതപ്പെടുന്ന രചനകൾ ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ, സാധാരണ രീതിയിൽ ഗണിക്കപ്പെടുന്ന നമുക്കതൊന്നും അർത്ഥത്തിനും അപ്പുറത്തേക്കും മറ്റൊരർത്ഥത്തിലേക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. കാരണം അവരെല്ലാം ഫനായിൽ ഇങ്ങനെ ലയിച്ചു കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു മധുരമയിലാണ്. അള്ളാഹു അവരിലേക്കൊക്കെ നമ്മൾ ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുള്ളുമുന്നയിലെ 33 പട്ടണമടയ്ക്ക് வைத்த அந்த இறையவனுக்கு தலையுமில்லை, அந்த இறையவனுக்கு தலையுமில்லை, இறையவனுக்கு தலையுமில்லை, இறையவனுக்கு தலையுமில்லை. முள்ளுமுன்னையிலே 33 பட்டணமடய்க்கு வைத்த அந்த இறையவனுக்கு தலையுமில்லை, அந்த இறையவனுக்கு தலையுமில்லை.